ഹലോ ഇൻവെസ്റ്റേഴ്സ് സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകൾ കിടക്കാം. അങ്ങനെ ഇന്ത്യ ട്രേഡ് ഡീലുകളെല്ലാം തന്നെ ധാരണ ആയതിനു ശേഷം കൃത്യമായിട്ട് 3 ദിവസം ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 25,900 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. എറ്റേണൽ, ടാറ്റ സ്റ്റീൽ, ONGC, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് നിഫ്റ്റിയിൽ മികച്ച രീതിയിൽ നിഫ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ലുമാക്സ് പോലെയുള്ള കമ്പനീസ് മിഡ് ക്യാപ്പിൽ നിന്ന് 20% അപ്പർ സർക്യൂട്ട് പോയി. റെയിൽടെയിൽ ഓർഡർ കിട്ടിയിരുന്നു, 4% റാലി രേഖപ്പെടുത്തി. ക്യാപിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റോക്കുകളായിട്ടുള്ള CDSലും ഏഞ്ചൽ വണ്ണും എല്ലാം തന്നെ പോസിറ്റീവിൽ റിയാക്ട് ചെയ്തത് നമ്മൾ കണ്ടു. FISും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ FIS ഈ ഒരു മാസം 4,900 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സാണ്. 9-ാം തീയതി, അതായത് ഇന്നലെ 2,254 കോടി രൂപക്ക് ബൈ നടത്തി. 6 ഫെബ്രുവരിക്ക് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയത് 1,950 കോടി രൂപയാണ്. അങ്ങനെ ഈ ഒരു മാസം ഫെബ്രുവരിയിൽ 4,900 കോടി രൂപയാണ് നെറ്റ് ബയേഴ്സായിട്ട് FIS മാറിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ബൈയിങ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിക്ഷേപകരുള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് പറയുമ്പോൾ നാളെ US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഉണ്ട്. അതിനുശേഷം മറ്റന്നാൾ നമ്മളുടെ ഇന്ത്യയുടെയും US-ൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ, ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനും കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയും ഉണ്ട്. US-ൽ നിന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അത് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ട്രേഡ് ബഡി ടാബിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ കിട്ടും. അത് അനുസരിച്ച് ട്രേഡ് ചെയ്യുക. കാരണം പല സമയങ്ങളിലും ഈ ട്രേഡ് ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന ലോസിനൊരു പരിമിതികളുണ്ട്. ഓവർനൈറ്റ് പൊസിഷൻ ഉണ്ടാക്കുന്ന ലോസാണ് ഹ്യൂജ് ലോസ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ട്രേഡിങ് ടൈമിൽ ഉണ്ടാക്കുന്ന ലോസ് അല്ല ഒരു ട്രേഡറെ സംബന്ധിച്ച് വലിയ ലോസ്. ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ കഴിഞ്ഞ തവണ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ഒരു ഫോൺ കോളിൻ്റെ ബേസിലാണ്, ഒരു ഈവൻറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ എല്ലാം തന്നെ ഈവൻ്റ് ആയിട്ട് തന്നെ ഓൾറെഡി ഈവൻറ്റ് കലണ്ടറിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ തീരുമാനം എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 5,047, സിൽവർ 81, ബിറ്റ്കോയിൻ 69,000, ബ്രന്റ് ഓയിൽ 69, നാച്ചുറൽ ഗ്യാസ് 3.1, നിഫ്റ്റി പോട്ടെ. ഡോ ഫ്യൂച്ചർ 36 പോയിൻറ്റ് പ്ലസ്. ഏഷ്യൻ മാർക്കറ്റിൽ നിക്കി ജപ്പാൻ മാർക്കറ്റ് 1,200 പോയിൻ്റ് റാലി രേഖപ്പെടുത്തിയിരുന്നു. വിക്സ് ഇന്ന് ഇന്ത്യൻ വിക്സ് 3.4% ക്രാഷ് ചെയ്ത് 11.7. യൂറോപ്യൻ മാർക്കറ്റ് പൊതുവെ പോസിറ്റീവാണ്. FTSE മാത്രം, UK മാർക്കറ്റ് മാത്രം നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നിഫ്റ്റിയിൽ എറ്റേണൽ, ടാറ്റ സ്റ്റീൽ, ONGC, ബജാജ് ഓട്ടോ, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ 5% വരെ ഇന്ന് എറ്റേണൽ റാലി രേഖപ്പെടുത്തിയിരുന്നു. HCL ടെക്, ബജാജ് ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡി, ശ്രീറാം ഫിനാൻസ്, ഭാരത് എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. പൊതുവേ മാർക്കറ്റ് ശാന്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈവൻറ്റുകളില്ല. ഇപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നിഫ്റ്റിയിൽ തന്നെ അല്ലെങ്കിൽ NSEയിൽ തന്നെ ബഹുഭൂരിപക്ഷം കമ്പനീസിൻ്റെ റിസൾട്ട് വന്നു കഴിയും. ഇനി മാർക്കറ്റ് മുന്നോട്ട് നയിക്കാനായിട്ട് പോസിറ്റീവായ ഘടകങ്ങളാണ് അസ് ഓഫ് നൗ ഉള്ളത്. കാരണം താരിഫ് എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പോൾ അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ട രീതിയിലാണ് ഉള്ളത്. FIS മാർക്കറ്റിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. നിഫ്റ്റി സ്റ്റിൽ നിൽക്കുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 400 പോയിൻ്റൊക്കെ താഴെ തന്നെയാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം. നല്ല ദിവസങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ബേസിക്, കമ്മോഡിറ്റി, FNO എല്ലാത്തിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ഏറ്റവും കുറഞ്ഞ ഫീസിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു സ്റ്റോപ്പ് ലോസിന് ചിലവ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് പോരാം. ആദ്യം എസ്കോട്ടാണ്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നെറ്റ് പ്രോഫിറ്റ് 8% ഉയർന്ന് 290 കോടി രൂപ കരസ്ഥമാക്കി. L&T കമ്പനി അവർക്ക് പുതിയൊരു ഓർഡർ ദുബായിൽ നിന്ന് ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഗോദാവരി പവർ കമ്പനി ഇവിടെ പുതിയ പ്ലാനിന് എൻവയോൺമെൻറ്റൽ അപ്രൂവൽ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഛത്തീസ്ഗഡാണ് പുതിയൊരു ഇവരുടെ ഒരു മൈൻസ് പ്ലാന്റ് വരുന്നത്. ബൽറാമൻ ചിനി 70 കോടി രൂപയിൽ നിന്ന് 110 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഷുഗർ കമ്പനിയാണ്. ഫിനോലെക്സ് കേബിൾ കമ്പനി 124 നിന്ന് 136 പ്രോഫിറ്റ് ഉയർത്തി. സ്റ്റോക്കിൽ നിന്ന് 4% റാലി രേഖപ്പെടുത്തി. വോക്ക്ഫാർട്ട് കമ്പനി ഒരു 14 കോടി രൂപയിൽ നിന്ന് 59 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. KPI ഗ്രീൻ എനർജി കമ്പനി ഇവർക്കൊരു പുതിയ ഒരു സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. മോർഫൻ ലാബ് കമ്പനി ഇവർ 36 കോടി രൂപയിൽ നിന്ന് 46 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കിരി ഇൻഡസ്ട്രീസ് കമ്പനി കഴിഞ്ഞ തവണ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്, 25 കോടി രൂപ. ഈ തവണ
ഇവർ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിന്ന് 10% ഫോൾ രേഖപ്പെടുത്തി. ലുമാക്സ് ഇൻഡസ്ട്രീസ് 20% അപ്പർ സർക്യൂട്ട് പോയ സ്റ്റോക്ക് 33 നിന്ന് 46 പ്രോഫിറ്റ് ഉയർത്തി. മദേഴ്സൺ സുമി പ്രോഫിറ്റ് ഇവർ 880 നിന്ന് 1020 പ്രോഫിറ്റ് ഉയർത്തി. എഡൽവൈസ് ഫിനാൻസ് കമ്പനി 2100 കോടി രൂപയ്ക്ക് നിഡോ എന്ന് പറയുന്ന കമ്പനീനെ അക്യൂർ ചെയ്യുന്നുണ്ട്. ദിലീപ് ബിൽഡ്കോൺ കമ്പനി ഇവർ 110 നിന്ന് 130 പ്രോഫിറ്റ് ഉയർത്തി. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി ഇവർ സർവീസ് ഇന്ത്യയുടെ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. KPI ഗ്രീൻ എനർജി കമ്പനി ഇവർ 3000 മെഗാവാട്ടിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് ഗുജറാത്തിൽ ചെയ്യുന്നുണ്ട്. ഓറിയൻ ഫ്രോ കമ്പനി ബാങ്കിങ് ഡയമണ്ട് ട്രസ്റ്റ് ബാങ്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ആംബർ എൻ്റർപ്രൈസസ് കമ്പനിയുടെ ഒരു റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി ഉയർത്തിയതിനെ തുടർന്ന് കമ്പനി ഏകദേശം ഒരു 6% റാലി രേഖപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പൊതുവെ ശാന്തമാണ്. എങ്കിലും പുട്ട് സൈഡിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കുക. എപ്പോഴാണ് ഏതൊക്കെ ദിവസമാണ് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരിക എന്ന് പറയാനായിട്ട് പറ്റില്ല. കോഷ്യസ് ആവുക, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ശുഭരാത്രി. താങ്ക് യു.